കുണ്ട് മലയോര പ്രദേശത്തിലെ മദാരിക്കുണ്ട് എന്ന പ്രദേശത്തേക്കാണ് ഞാൻ യാത്ര തിരിച്ചിട്ടുള്ളത്. ഈ വനമേഖലയിലൂടെ, ഇതിൻ്റെ ഉൾക്കാടുകളിലൂടെ യാത്രക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ഫ്ലെക്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതും വായിച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു. ഈ യാത്രക്കിടയിൽ ചില തടസ്സങ്ങളുമെല്ലാം ഉണ്ട് എന്ന് ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർഷകരുടെ പ്രദേശമാണ് ഈ ഏരിയകൾ മുഴുവനും. വലിയ വലിയ കൂറ്റൻ പാറക്കല്ലുകളൊക്കെ ഈ പ്രദേശത്ത് നിബിഡമാണ്. ഞാനതെല്ലാം എൻ്റെ അല്പസമയത്തിനുള്ളിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ യാത്ര ഒരു ചെറിയ ഇടവഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. പഴയകാല ഓർമ്മകൾ സ്മരിക്കുന്ന രൂപത്തിലാണ് ഈ യാത്രയിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ചുറ്റുഭാഗത്തും വലിയ കമ്പികൾ കെട്ടിയിട്ടുണ്ട്. അതിൽ ഷോക്കുണ്ട്. വന്യമൃഗങ്ങളും മറ്റും പന്നിയും ആനകളുമൊക്കെ ഇവിടെ ഇറങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിൽ കറണ്ട് കൊടുത്ത് ഷോക്കടിപ്പിക്കുന്ന ഒരു സിസ്റ്റവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഈ യാത്ര കാണിച്ചു തരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് റാഷിദ് ഫൈസിയാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇതെല്ലാം ശരിക്കും സസൂക്ഷ്മം നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ മുന്നേ നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ തോടിലേക്കാണ് പോകുന്നത്. ഈ വഴിയൊക്കെ രസകരമായൊരു റൂട്ട് തന്നെയാണ്. വലിയ പാറക്കല്ലുകളും അതിൻ്റെ ചുറ്റുഭാഗത്ത് വലിയ വലിയ വേരുകളും എല്ലാം ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നദീതടം ഞങ്ങൾ കണ്ടു. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ജലാശയം. ശുദ്ധമായ വെള്ളമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ താഴ്ഭാഗത്തെ കല്ലുകളും എല്ലാം വ്യക്തമായി കണ്ണാടിച്ചില്ല് പോലെ തെളിഞ്ഞു കാണുന്നതും എന്നെ അത്ഭുതപ്പെടുത്തി. ഈ വെള്ളത്തിന് അതിയായ തണുപ്പുണ്ട് എന്നാണ് ഇവിടുത്തുകാർ അനുഭവിച്ചവർ പറയുന്നത്. ഞാൻ ഈ പാറക്കല്ലുകൾക്കിടയിൽ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ചെറിയ തുറക്കടമുണ്ടെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇവിടങ്ങളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ സ്ഥിരം സഞ്ചരിക്കുന്നൊരു പാതയാണെന്ന് ഈ റൂട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നിപ്പോകും. അടുത്തൊരു വെള്ളച്ചാട്ടം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നു. ഇപ്പോൾ അതിശക്തമായ മഴക്കാലമല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും വെള്ളം ഇവിടെ ഒഴുകുന്നില്ല. എൻ്റെ പ്രിയ കൂട്ടുകാരൻ അദ്ദേഹം അതിശീഘ്രം മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കിവിടെ വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പെട്ടെന്ന് എത്തിപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ പോകുന്നുണ്ട്. പഴയ കാലങ്ങളിൽ നാടുകളിലുള്ള പുഴയോരങ്ങളിൽ നടന്നും നീന്തിയുമൊക്കെ പരിചയമുണ്ടായതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം ഇതിൽ യാത്രക്ക് അനുകൂലമായിരുന്നു. വലിയ പാറക്കല്ലുകളും അതിൻ്റെ സൈഡുകളിൽ വലിയ മടകളും ഗുഹകളുമൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നു. വെള്ളച്ചാട്ടവും അതിൻ്റെ കളകളാര ശബ്ദവുമെല്ലാം ഈ വഴിയിലൂടെ വളരെ ആനന്ദപൂർണ്ണമാണ്. വലിയ പാറക്കെട്ടുകളാണ് ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ഇവിടെ വരുമ്പോൾ ശാരീരികമായിട്ട് തന്നെ ആരോഗ്യമുള്ള ആളുകൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പാറക്കെട്ടുകളും അതിൻ്റെ ചെറിയ ചെറിയ ഗുഹക്ക് സമാനമായതും എല്ലാം കാണുന്നു. ചെറിയ മത്സ്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒരു വലിയ പാറക്കല്ല് കയറാനുണ്ട്. ഓടമുളകളും ചുറ്റുഭാഗത്ത് മരങ്ങളെ കൊണ്ടുമൊക്കെ ഈ പ്രദേശം വിപുലമാണ്. ഒരു വൈകുന്നേര സമയത്താണ് ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് കാര്യമായി ചൂട് ഉഷ്ണമൊന്നുമില്ല. ഇപ്പോഴും
ഞങ്ങൾ രസകരമായി ഒഴുകുന്ന ഈ വെള്ളം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അല്പം ഒന്ന് കൈകൊണ്ട് തേകി നോക്കി. നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന്. അതിൻ്റെ തെക്ക് ഭാഗത്തെ ഉയർന്നൊരു കുന്നിൻ പ്രദേശവും അതിൻ്റെ മുകൾ ഭാഗത്ത് റബ്ബർ തോട്ടവുമെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാറയിൽ തട്ടി ഒന്ന് വഴുക്കിപ്പോയി. അതിലെൻ്റെ തുണിയിലും എൻ്റെ ഡ്രസ്സിലും അല്പം വെള്ളമൊക്കെ ആയി. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് യാത്ര. വലിയ വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ. ഇതിലൂടെയുള്ള യാത്ര പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് 23 വയസ്സ് മാത്രം പ്രായമുള്ള റാഷിദ് നീലാഞ്ചേരിയാണ്. 3 പതിറ്റാണ്ട് കാലത്തിന് മുകളിൽ ജീവിക്കുന്ന എനിക്ക് അദ്ദേഹത്തെപ്പോലെ തന്നെ സ്പീഡിൽ ഓടാൻ കഴിയുന്നില്ല. എങ്കിലും എൻ്റെ പരിശ്രമം അദ്ദേഹത്തിൻ്റെ കൂടെ എത്തുന്നുണ്ട്. ഇവിടെ സമയം 5 മണിയായിട്ടുള്ളൂ. ഇപ്പോഴും രാത്രിക്ക് സമാനമായി ഇരുട്ടുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് കൂടുതൽ വെള്ളം വരുമ്പോൾ ഇതിൽ പെട്ടുപോയാൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഈ പാറക്കെട്ടുകൾ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ഓരോ കല്ലുകളും താണ്ടി ഓരോ ഓരങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മരത്തിൻ്റെ കൊമ്പുകളും പാറക്കല്ലുകൾക്കിടയിൽ മുളച്ചിട്ടുണ്ട്. രസകരമായ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പം തുറക്കടം പിടിച്ചൊരു പ്രദേശമാണ്. ഇവിടെ കയറുക എന്നുള്ളതും അതിൻ്റെ മുകളിലേക്ക് എത്തുക എന്നുള്ളതും കുറച്ച് പ്രയാസമുണ്ട്. എങ്കിലും ഞാനൊരു കൈ നോക്കാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്ത് അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ലക്ഷ്യം വെച്ച വെള്ളത്തിൻ്റെ കെട്ടുകൾ കാണാൻ മാഷാ അല്ലാഹ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ ആഗ്രഹിച്ച് ഉദ്ദേശിച്ച മദാരിക്കുണ്ട് എന്ന പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. ഈ കുളവും കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനിപ്പിക്കും. മാഷാ അല്ലാഹ് മനോഹരമായ കുളിക്കാനും എല്ലാത്തിനും ആനന്ദപൂർവ്വം കുറച്ച് സമയം ചെലവഴിക്കാനും ഇവിടെ നിൽക്കാനുമൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രദേശമാണ്. നല്ല ശുദ്ധമായ വെള്ളം. ഇതിൻ്റെ താഴ്വരയിൽ ഓരോ കല്ലുകളും മറ്റും നമുക്ക് ശരിക്കും കാണാൻ കഴിയും.